ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു റിഷാസ് വൈബ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് ഖത്തറിലുള്ള സൂക്ക് വാക്കിഫിലാണ്. സൂക്ക് വാക്കിഫിൽ ഞങ്ങൾ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. 21-ാം തീയതി വരെയാണ് കേട്ടോ ഈ ഒരു മാംഗോ ഫെസ്റ്റിവൽ ഉള്ളത്. അപ്പോൾ കുറച്ച് മാംഗോ ജ്യൂസും അതുപോലെ പുഡിങ്ങും മാങ്ങയൊക്കെ പ്രതീക്ഷിച്ച് വന്ന ഞങ്ങൾക്ക് വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളെ വെൽക്കം ചെയ്തത് കേക്കാണ്. ലുലുവിൻ്റെ ഒരു സ്റ്റോളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതാ മാങ്ങ, ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ പലതരത്തിലുള്ള മാംഗോസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ എക്സിബിഷൻ നടക്കുന്നത്. പിന്നെ മാങ്ങ മാത്രമല്ല കേട്ടോ, ഇവിടെ ചക്കയും അതുപോലെ തന്നെ കുറച്ച് കുറച്ച് ഫ്രൂട്ട്സ് വേറെ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ദാ ഈ ഒരു കുഞ്ഞ മാങ്ങ ഉണ്ടോ, നമ്മുടെ പുളിമാങ്ങയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പിലുള്ള മാങ്ങയാണ്. പക്ഷെ ടേസ്റ്റ് എന്താണെന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല. പിന്നെ അതിൻ്റെ കുറച്ച് വലിയ മാങ്ങ, അങ്ങനെ പല വലുപ്പത്തിലുള്ള മാങ്ങ കേട്ടോ. അപ്പോൾ ഈ ഒരു മാങ്ങ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നതാണ്. ഇതെന്താ ഹിമപസന്ത് എന്നോ അങ്ങനെ എന്തോ ആണ് പേര്. അപ്പം പിന്നെ ആ ചക്ക അങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 8 റിയാൽ 10 റിയാലൊക്കെയാണ് ഈ ഒരു കുഞ്ഞ പീസിന് റേറ്റ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ട്രൈ ചെയ്തത് ഇതാ ഈ ഒരു കട്ട് മാംഗോ ആണ് കേട്ടോ. നല്ല സ്പൈസി ആയിട്ട് പഴുത്ത മാങ്ങയിൽ നല്ല അടിപൊളി ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ടുള്ള മാങ്ങയാണ് ആദ്യം വാങ്ങിച്ചത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള വേറെ മാങ്ങയും വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ പല തരത്തിലുള്ള മാങ്ങയുടെ ഉൽപ്പന്നങ്ങളാണ് വിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ സ്റ്റാളുകൾ ഇങ്ങനെ കണ്ട് ഓരോന്നൊക്കെ വാങ്ങി കഴിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു സെയ്ത്തൂൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ ഖത്തറിൽ. അപ്പോൾ അവിടുത്തെ ഒരു ഐറ്റംസ് ആണ് ഞാൻ ഞെട്ടിപ്പോയത്. മാങ്ങ പാനിപൂരി, മാങ്ങ ജിലേബി, പിന്നെ ദാ ലഡു, അങ്ങനെ. പിന്നെ ഇതെന്ത് ത്രെഡഡ് മാംഗോ എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. ത്രെഡഡ് മാംഗോ ആണ് കേട്ടോ. പിന്നെ ഇതാ മാങ്ങയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. മിൽക്ക് കേക്കും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചു. മക്കൾക്ക് രണ്ടുപേർക്കും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പം ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വീക്കെൻഡ് അല്ലാതെ ഇരുന്നിട്ട് കൂടി നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വീക്കെൻഡ് ഒന്നും ഇങ്ങോട്ട് കാലെടുത്ത് കുത്താൻ പറ്റില്ല. 2-3 ദിവസം കൂടി ഉള്ളൂ കേട്ടോ. 21-ാം തീയതി വരെയാണ് ഇവിടെ ഈ ഒരു മാംഗോ എക്സിബിഷൻ ഉള്ളത്. പിന്നെ അവിടെ മാംഗോ പാൻ കേക്ക് ഉണ്ട്. പിന്നെ അതുപോലെ കേക്കുകളും അങ്ങനെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റോളിലും ഓരോ വെറൈറ്റിയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഐസ്ക്രീം, പുഡിങ്, അപ്പം ഞാനിങ്ങനെ ഓരോ വെറൈറ്റി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇവിടെ ഓരോ റെസ്റ്റോറൻറ്റ്സും ഇതേപോലെ സ്റ്റാളുകൾ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ കഫേകളും അതുപോലെ റെസ്റ്റോറൻറ്റ്സും പലതരത്തിലുള്ള വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്കൊന്നും ചിന്തിക്കാൻ വരെ പറ്റില്ല, അങ്ങനത്തെ ഐറ്റംസ് ആണ്. പിന്നെ ഇക്കാക്ക് ഇതാ മാംഗോ കുൽഫി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കാം, പുഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഓരോ സ്റ്റാളുകൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ്. അപ്പോൾ മക്കളുടെയൊക്കെ ബാക്കി എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതാ കുറേ ഐറ്റംസ് ഇവിടെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുണ്ട് കേട്ടോ. പല പല പുഡിങ്, കേക്ക്, പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പേരറിയാൻ പറ്റാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വെറൈറ്റി നോക്കിയിട്ട് ഞാനിതാ അടിപൊളി ഒരു മാംഗോ കേക്ക് കണ്ടുപിടിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല ജ്യൂസി ആയിരുന്നു കേട്ടോ ഈ ഒരു കേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. റിച്ച് ആയിരുന്നു കേട്ടോ മാംഗോ. ഇതിൽ നല്ല മാംഗോ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ തൈക്കൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നല്ല റേറ്റ് ആണ്. പിന്നെ അതാ ഇവിടെ സീഷൽ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് ഒരു ക്രീമി മാംഗോ ട്രൈ ചെയ്യാൻ തരാണ്. പിന്നെ അത് അവിടെ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മാംഗോ പായസം, 2 ടൈപ്പ് പായസമാണ്. ഒന്ന് ശർക്കര ഇട്ടിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തേത് ആ സേമിയൊക്കെ ഇട്ടിട്ട് പാലൊഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം 2 തരത്തിലുള്ള പായസമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ട്രൈ ചെയ്തത് പുഡിംഗ് ആയിരുന്നു, മാംഗോ പുഡിങ്. പുഡിങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പുഡിങ്. പിന്നെ ദാ ജ്യൂസുകളും മൊജിറ്റോസും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് സീഷൽ റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു സ്റ്റോള് വന്നിട്ട്. അടുത്ത സ്റ്റോളിൽ നോക്കിയപ്പോൾ ദാ മാംഗോ സമൂസ ഉണ്ട്. പിന്നെ മാംഗോ പാനിപൂരി, മാംഗോ ചാറ്റ്സ്. അപ്പോൾ ഇതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്.
അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസാണ് ഈ ഒരു സ്റ്റോളിൽ വെച്ചിട്ടുള്ളത്. പിന്നെ മാംഗോ പാസ്ത ഒക്കെ ഉണ്ട് കേട്ടോ. മാംഗോ പാസ്ത, പിസ്സ, അങ്ങനെ നമ്മളെ ചിക്കൻ റെസിപ്പീസിൽ വരുന്ന കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊരു സ്വീറ്റ് ഒരു സ്റ്റോളാണ്. തൊട്ടപ്പുറത്ത് ഇതാ നമ്മുടെ കേരള പൊറോട്ട ഉണ്ടല്ലോ, അത് മാംഗോയിൽ വന്നിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാംഗോ പൊറോട്ടയാണ്. പിന്നെ അതിലേക്കുള്ള കറി എല്ലാ ഐറ്റംസും ഈ ഒരു മാംഗോ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ അടുത്ത സ്റ്റോളിലേക്ക് പോയപ്പോൾ അതൊരു റെസ്റ്റോറൻറ്റിൻ്റെ ആണ് കേട്ടോ. കാലിക്കറ്റ് നോട്ട്ബുക്ക് ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റോളാണ്. ഇവിടെ നല്ല അടിപൊളി വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടായിരുന്നു. മോമോസ് മാംഗോയിൽ, അതുപോലെ തന്നെ നമ്മുടെ സ്പ്രിംഗ് റോൾ ഉണ്ടല്ലോ, ചിക്കൻ റോൾ, ചിക്കൻ മാംഗോ റോളാണ്. പിന്നെ കുഞ്ഞിപ്പത്തിരി, എല്ലാം നമ്മുടെ മാംഗോ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊന്ന് നിങ്ങൾ കണ്ടു നോക്ക്. അത് കുഞ്ഞിപ്പത്തിരി മാംഗോ ചട്നി. ഇതിലൂടെ മാംഗോ അതിന്റെ ഇത് വെച്ചിട്ടാവും പത്തിരി ഉണ്ടാക്കിണ്ടാവുക. ഈ കുഞ്ഞിപ്പത്തിരിക്ക് ഏതായാലും അല്ല എന്താണ് സംഭവം? നോർമൽ കുഞ്ഞിപ്പത്തിരി ആണോ അതോ അതിൽ മാംഗോ ഉണ്ടോ? ആണോ? ഹലോ. അങ്ങനെ അവസാനമായിട്ട് ഞങ്ങളിതാ ഈ ഒരു മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. ഹിമവസന്ത് എന്നാണ് മാങ്ങയുടെ പേര്. നല്ല അടിപൊളി മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ 21-ാം തീയതി വരെയാണ് ഇവിടെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്